ദൈവത്തിൽ വിശ്വസിക്കുന്നുവെന്ന് നിരവധി പേർ അവകാശപ്പെടുന്നു. നാം വിശ്വസിച്ചാൽ നാം അനുഗ്രഹിക്കപ്പെടുകയില്ലേ എന്ന് അവർ വെറുതെ ചിന്തിക്കുന്നു. എന്നിരുന്നാലും നമ്മുടെ വിശ്വാസത്തിന്റെ ലക്ഷ്യവും സ്ഥാനവും ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ നാം നമ്മുടെ വിശ്വാസത്തെ പ്രതിഫലിപ്പിക്കണം. നാം വ്യക്തമായ ലക്ഷ്യത്തോടെ വിശ്വാസത്തിന്റെ പാത പിന്തുടരുന്നുണ്ടോ? വ്യക്തമായ ഒരു ലക്ഷ്യത്തോടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾക്കിടയിലും മങ്ങാത്ത വിശ്വാസം നമുക്ക് ഉണ്ടായിരിക്കില്ലേ? അതുകൊണ്ടാണ് ലക്ഷ്യമില്ലാതെ ഓടുന്ന ഒരാളെ പോലെ താൻ ഓടുന്നില്ലെന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്. നമുക്ക് ഫിലിപ്പിയർ 3:12 നോക്കാം. ഫിലിപ്പിയർ 3:12 ലഭിച്ചുകഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്നുവച്ച് പിന്തുടരുന്നതേയുള്ളൂ. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല, ഞാൻ ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്നു. അദ്ദേഹം എങ്ങോട്ടേക്കാണ് ഓടുന്നത്? ലക്ഷ്യത്തിലേക്ക്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ലക്ഷ്യത്തിലേക്ക് എന്നത് അടയാളത്തിലേക്ക് എന്നാണ് ആവിഷ്കരിക്കുന്നത്, ശരിയല്ലേ? തന്റെ വിശ്വാസത്തിൽ പൗലോസിന് ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ഉണ്ടായിരുന്നു. ഒന്നു ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ടു ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അദ്ദേഹം ആ വഴിയിലൂടെ ഉത്സാഹപൂർവം ഓടി. അങ്ങനെയെങ്കിൽ നമുക്കും അത്തരമൊരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. നിങ്ങൾ എന്തിനാണ് ദൈവത്തിൽ വിശ്വസിക്കുന്നത് എന്ന് നാം പലരോടും ചോദിക്കുമ്പോൾ ഒരു അയൽക്കാരൻ അത് നിർദ്ദേശിച്ചതിനാലാണ്, അല്ലെങ്കിൽ ഒരു അടുത്ത സുഹൃത്ത് എന്നെ സഭയിലേക്ക് ക്ഷണിച്ചതിനാലാണ് എന്ന് അവർ നിസ്സാരമായി പറയുന്നു. എന്നിരുന്നാലും വിശ്വാസത്തിന്റെ മരുഭൂമിയിൽ നടക്കുക എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നതിനാൽ നിരവധി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. മരുഭൂമിയിൽ പല കാര്യങ്ങളും കുറവാണ്. അനുകൂലമായ സാഹചര്യങ്ങളുള്ള ഒരു സ്ഥലത്തെ മരുഭൂമി എന്ന് വിളിക്കാൻ കഴിയില്ല. അവിടെ ആവശ്യത്തിന് വെള്ളമോ ഭക്ഷണമോ ഇല്ല. മരുഭൂമിയുടെ പാതയ്ക്ക് അടിസ്ഥാന മോഹങ്ങളെപ്പോലും തൃപ്തിപ്പെടുത്താൻ കഴിയാത്തതിനാൽ നാം ഇപ്പോൾ സ്വർഗരാജ്യത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വിശ്വാസത്തിന്റെ മരുഭൂമിയുടെ ഒരു രൂപകമായി ദൈവം അതിനെ ഉപയോഗിച്ചു. അതിനാൽ ധാരാളം പോരായ്മകൾ ഉണ്ടാകുന്നത് സ്വാഭാവികമല്ലേ? അതിനാൽ മരുഭൂമിയിലൂടെയുള്ള ബുദ്ധിമുട്ടുള്ള യാത്ര പൂർത്തിയാക്കാനും കനാനിലേക്ക് പ്രവേശിക്കാനും നമ്മെ പ്രാപ്തരാക്കുന്ന വിശ്വാസത്തിന്റെ ശക്തി ഏറ്റവും അനിവാര്യമാണ്. എന്നിരുന്നാലും വിശ്വാസത്തിന്റെ ഈ ശക്തി, അതിന് ഒരു ലക്ഷ്യമുണ്ടാകുമ്പോൾ 400 വർഷമെടുത്താലും യാത്ര പൂർത്തിയാക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നു. അങ്ങനെയെങ്കിൽ അത്തരമൊരു ലക്ഷ്യത്തിലേക്ക് നാം വിശ്വാസത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുകയാണോ? നമുക്ക് 1 പത്രോസ് 1:7 നോക്കാം. അഴിഞ്ഞുപോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് എന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാൺമാൻ അങ്ങനെ ഇടവരും. അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? സ്നേഹിക്കുന്നു, ഇപ്പോൾ കാണാതെ വിശ്വസിച്ചും കൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്തമായ എന്താണ് അത്? ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. എല്ലാവരോടുമായി നമ്മുടെ ആത്മാക്കളുടെ രക്ഷയാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ലക്ഷ്യം. ഇത് സഭയ്ക്കുള്ളിൽ അധികാരം പ്രയോഗിക്കുന്നതിനെക്കുറിച്ചല്ല. നാം സഭയിൽ വരുകയും ദൈവത്തെ ഭയപ്പെടുകയും ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തിന്റെ ഉപദേശങ്ങൾക്കനുസൃതമായി നീതിപൂർവകമായ ജീവിതം നയിക്കുകയും ചെയ്യുമ്പോൾ ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുള്ള നമ്മുടെ ആത്മാക്കളുടെ രക്ഷ പ്രാപിക്കുക എന്നതല്ലേ നമ്മുടെ ലക്ഷ്യം?
എല്ലാവരും ആ ലക്ഷ്യത്തെ നോക്കി ഓടണം. അങ്ങനെയെങ്കിൽ വിശ്വാസത്തിന്റെ ഉദ്ദേശം ആത്മാവിന്റെ രക്ഷയാണെന്ന് എഴുതിയിരിക്കുന്നു. ഈ രക്ഷയ്ക്കായി ദൈവം ജഡത്തിൽ ഈ ഭൂമിയിലേക്ക് വന്നു. നമുക്ക് എബ്രായർ 9 അധ്യായം എടുക്കാം. എബ്രായർ 9 അധ്യായം 27 വാക്യം. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്കു നിയമിച്ചിരിക്കയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു തനിക്കായി കാത്തുനിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതു പ്രത്യക്ഷനാകും. ക്രിസ്തു രണ്ടാമതും ജഡത്തിൽ വരുമെന്ന വാഗ്ദത്തം ഈ വാക്യം നമുക്ക് കാണിച്ചു തരുന്നു. അവിടുന്ന് ആദ്യമായി വന്നപ്പോൾ 28 വാക്യത്തിൽ അവിടുന്ന് പാപയാഗത്തിനു വേണ്ടിയുള്ള ഒരു യാഗമായി വന്നതായി വിവരിക്കുന്നു. ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ യാഗം കഴിച്ചു. അങ്ങനെയെങ്കിൽ അവിടുന്ന് രണ്ടാമതും വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? തന്നെ കാത്തിരിക്കുന്നവർക്ക് രക്ഷ കൊണ്ടുവരാനായി അവിടുന്ന് രണ്ടാമതും പ്രത്യക്ഷനാകും. അപ്പോൾ നമ്മുടെ ആത്മാക്കളുടെ രക്ഷയിൽ നമ്മുടെ വിശ്വാസത്തിന്റെ ലക്ഷ്യം നാം വെക്കേണ്ടതല്ലേ? ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് അവിടുത്തെ ഒന്നാം വരവിൽ ദൈവം നമ്മുടെ ആത്മാക്കൾക്കായി രക്ഷയുടെ വഴി സ്ഥാപിച്ചു. നമുക്ക് മത്തായി 26 അധ്യായം 17 വാക്യം നോക്കാം. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ 1 നാളിൽ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്നു, നീ പെസഹ കഴിപ്പാൻ ഞങ്ങൾ ഒരുക്കേണ്ടത് എവിടെ എന്ന് ചോദിച്ചു. മത്തായി 26 അധ്യായം അനുസരിച്ച് ശിഷ്യന്മാർ ആരുടെ അടുത്തേക്കാണ് പോയത്? അവർ യേശുവിന്റെ അടുക്കൽ വന്നു ചോദിച്ചു, അങ്ങ് പെസഹ കഴിക്കുവാൻ ഞങ്ങൾ എവിടെ ഒരുക്കണമെന്നാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്? യേശുവും തന്റെ ശിഷ്യന്മാരും വളരെ പ്രാധാന്യമുള്ളതായി കരുതിയിരുന്ന ജീവന്റെ സത്യമായ പെസഹ ഇന്ന് ഒരു സഭയിലും കാണപ്പെടുന്നില്ല. പെസഹയില്ലാത്ത സഭയ്ക്ക് അതിന്റെ ചൈതന്യം നഷ്ടപ്പെടുന്നുവെന്ന് നമുക്ക് പറയാം. എല്ലാവരോടുമായി യഥാർത്ഥത്തിൽ കുരിശ് ബാബിലോണിൽ നിന്ന് കൈമാറ്റം ചെയ്യപ്പെട്ട ഒരു അന്യമത ആചാരമായിരുന്നു. ജീവൻ ഇല്ലാത്ത കല്ലറകളിൽ അവ സ്ഥാപിക്കപ്പെടുന്നു. എന്നിരുന്നാലും ഇന്ന് അത് പള്ളിയുടെ അഗ്രത്തിൻ മുകളിൽ സ്ഥാപിച്ചിരിക്കുന്നു. നമുക്ക് 17 വാക്യം വീണ്ടും നോക്കാം. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ 1 നാളിൽ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്നു, നീ പെസഹ കഴിപ്പാൻ ഞങ്ങൾ ഒരുക്കേണ്ടത് എവിടെ എന്ന് ചോദിച്ചു. അതിന് അവൻ പറഞ്ഞത്, നിങ്ങൾ നഗരത്തിൽ ഇന്നവന്റെ അടുക്കൽ ചെന്ന്, എന്റെ സമയം അടുത്തിരിക്കുന്നു, യേശു എന്താണ് ചെയ്യാൻ പോകുന്നത്? എന്റെ ശിഷ്യരുമായി നിന്റെ അടുക്കൽ പെസഹ കഴിക്കും എന്ന് ഗുരു പറയുന്നു എന്ന് പറവേ. നാം പെസഹ ആഘോഷിക്കേണ്ട ആവശ്യമില്ല എന്ന് ഇന്നത്തെ സഭകൾ പറയുന്നു, എന്നാൽ ഞാൻ അത് ആഘോഷിക്കും എന്ന് യേശു പറഞ്ഞു. അവർ സത്യത്തെ ഒഴിവാക്കിക്കൊണ്ട് അതിൽ നിന്ന് വളരെ അകലെയാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ നിന്റെ വീട്ടിൽ പെസഹ ആഘോഷിക്കാൻ പോകുന്നു എന്ന് ആരാണ് പറഞ്ഞത്? യേശു നേരിട്ട് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. നമുക്ക് 19 വാക്യം നോക്കാം. ശിഷ്യന്മാർ യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു പെസഹ ഒരുക്കി. യേശു തങ്ങളോട് നിർദ്ദേശിച്ച കാര്യങ്ങൾ അവർ അനുസരിച്ചു. മനുഷ്യരാശിയെ രക്ഷിക്കുമെന്ന യാതൊരു വാഗ്ദാനവും പെസഹയ്ക്ക് ഉണ്ടായിരുന്നില്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്? കാരണം അതിന്റെ ആവശ്യകതയുണ്ട്. ശിഷ്യന്മാർ സ്വന്തം ചിന്തയിൽ ഒരുക്കിയില്ല, എന്നാൽ യേശു നിർദ്ദേശിച്ചതുപോലെ ശിഷ്യന്മാർ പെസഹ ഒരുക്കി. പെസഹ ഒരുക്കേണ്ടതെങ്ങനെയെന്ന് യേശു ഇതിനകം അവർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. എങ്ങനെയാണ് പെസഹ നടത്തിയത് എന്ന് നമുക്ക് നോക്കാം. വാക്യം 26. അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പം എടുത്തു വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു, വാങ്ങി ഭക്ഷിപ്പിൻ, ഇത് എന്റെ ശരീരം എന്ന് പറഞ്ഞു. ഇതാണ് യേശു അവരോട് പറഞ്ഞത്.
പെസഹയും അപ്പവും ഒരുക്കുവാൻ യേശു അവരോട് നിർദ്ദേശിച്ചു. അപ്പം എടുത്തു വാഴ്ത്തി നുറുക്കിയ ശേഷം, വാങ്ങി ഭക്ഷിപ്പിൻ, ഇത് എന്റെ ശരീരം എന്ന് യേശു പറഞ്ഞു. പിന്നെ പാനപാത്രം എടുത്തു സ്തോത്രം ചൊല്ലി. ഈ പാനപാത്രത്തിൽ പെസഹ വീഞ്ഞ് അടങ്ങിയിരിക്കുന്നു, ശരിയല്ലേ? അവർക്ക് കൊടുത്തു. അവിടുന്ന് എന്താണ് പറഞ്ഞത്? എല്ലാവരും ഇതിൽ നിന്നു കുടിപ്പിൻ, ഇത് ആരുടെ രക്തമാണ്? ഇത് അനേകർക്കു വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എന്റെ രക്തം. ദൈവം പെസഹയെ പുതിയ നിയമത്തെ പ്രഖ്യാപിക്കാനുള്ള ദിവസമായി പ്രഘോഷിച്ചു. അത് സകല മനുഷ്യരാശിക്കും വെളിപ്പെടുത്തി. മോശയുടെ ന്യായപ്രമാണമനുസരിച്ചാണ് പെസഹ ആചരിച്ചതെങ്കിൽ ഒരു മൃഗം ആവശ്യമായി വരുമായിരുന്നു. എന്നിരുന്നാലും യേശു അപ്പവും വീഞ്ഞും എടുത്തു. തുടർന്ന് അവിടുന്ന് അവിടുത്തെ ശിഷ്യന്മാർക്ക് അപ്പത്തിന്റെ അർത്ഥം വിശദീകരിച്ചു കൊടുത്തു. ഈ അപ്പം നിങ്ങളുടെ പാപമോചനത്തിനും രക്ഷയ്ക്കും വേണ്ടി ഞാൻ നിങ്ങൾക്ക് നൽകുന്ന എന്റെ മാംസമാണ്. അത് എന്റെ ശരീരമാണ്. അവിടുന്ന് പെസഹ വീഞ്ഞും അനുവദിച്ചു. ഈ പാനപാത്രം എന്റെ രക്തത്തിലെ പുതിയ നിയമമാണ്. ഇത് ഉടമ്പടിയുടെ എന്റെ രക്തമാണ്. ഈ രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്. നമുക്ക് ലൂക്കോസ് 22-ാം അധ്യായം 7-ാം വാക്യം നോക്കാം. ലൂക്കോസ് 22-ാം അധ്യായം 7-ാം വാക്യം. പെസഹ കുഞ്ഞാടിനെ അറുക്കേണ്ടുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ ആയപ്പോൾ അവൻ യേശു ആരെയാണ് അയച്ചത്? പത്രോസിനെയും യോഹന്നാനെയും അയച്ചു. പത്രോസിന്റെയും യോഹന്നാന്റെയും പ്രവൃത്തികൾ നാം പഠിക്കേണ്ട ഒന്നാണ്. നിങ്ങൾ പോയി നമുക്ക് പെസഹ കഴിപ്പാൻ ഒരുക്കുവിൻ എന്ന് പറഞ്ഞു. എന്ത് കഴിക്കാനുള്ള ഒരുക്കങ്ങളാണ് അവർ നടത്തേണ്ടത്? ഞങ്ങൾ എവിടെ ഒരുക്കേണം എന്ന് അവർ ചോദിച്ചതിന്, നിങ്ങൾ പട്ടണത്തിൽ എത്തുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങൾക്ക് എതിർപ്പെടും. അവൻ കടക്കുന്ന വീട്ടിലേക്കു പിൻചെന്നു വീട്ടുടയവനോട്, ഞാൻ എന്റെ ശിഷ്യന്മാരുമായി പെസഹ കഴിപ്പാനുള്ള ശാല എവിടെ എന്നു ഗുരു നിന്നോട് ചോദിക്കുന്നു എന്നു പറവീൻ. അവൻ വിരിച്ചൊരുക്കിയൊരു വന്മാളി കാണിച്ചു തരും, അവിടെ ഒരുക്കുവിൻ എന്ന് അവരോട് പറഞ്ഞു. അവർ പോയി തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ട് പെസഹ ഒരുക്കി. സമയം ആയപ്പോൾ അവൻ, അവിടുന്ന് ആരോടൊപ്പമാണ് ഇരുന്നത്? അപ്പോസ്തലന്മാരുമായി ഭക്ഷണത്തിന് ഇരുന്നു. അവൻ അവരോട്, ഞാൻ കഷ്ടം അനുഭവിക്കും മുമ്പേ ഈ പെസഹ നിങ്ങളോടുകൂടെ കഴിപ്പാൻ വാഞ്ഛയോടെ ആഗ്രഹിച്ചു. അവിടുന്ന് എന്താണ് പറഞ്ഞത്? ഈ പെസഹ കഴിക്കാൻ ഞാൻ വാഞ്ഛയോടെ ആഗ്രഹിച്ചു. അവിടുത്തെ ഒന്നാം വരവിൽ യേശുവിന്റെ നാമം വഹിച്ചുകൊണ്ട് ദൈവം ജഡത്തിൽ വരുന്നതിന്റെ ഉദ്ദേശ്യം നഷ്ടപ്പെട്ടവരെ അന്വേഷിക്കുകയും രക്ഷിക്കുകയും ചെയ്യുക എന്നതായിരുന്നു. ഇത് ലൂക്കോസ് 19-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ലേ? പെസഹ കഴിക്കാൻ യേശു എത്ര ആകാംക്ഷയോടെ ആഗ്രഹിച്ചുവെന്നത് പെസഹ തനിക്ക് എത്ര പ്രധാനമായിരുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു, ശരിയല്ലേ? ആകാംക്ഷയോടെ ഈ വാഞ്ചിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് അതിന്റെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞു. ഇത് വെറും 10 അല്ലെങ്കിൽ 20% മാത്രം ആഗ്രഹിക്കുന്നതിനെക്കുറിച്ചല്ല, മറിച്ച് 100-ഉം 200-ഉം 1000% അല്ലെങ്കിൽ അതിൽ കൂടുതൽ വാഞ്ചിക്കുന്നതായി കാണിച്ചിരിക്കുന്നു. ഇതാണ് യേശു സുവിശേഷങ്ങളിൽ കൊത്തിവെച്ച പെസഹ. നമുക്ക് 19-ാം വാക്യത്തിലേക്ക് പോകാം. പിന്നെ അപ്പം എടുത്തു വാഴ്ത്തിനുറുക്കി അവർക്ക് കൊടുത്തു, ഇത് നിങ്ങൾക്കു വേണ്ടി നൽകുന്ന എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്വിൻ എന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം, പെസഹ വീഞ്ഞ് ഈ പാനപാത്രത്തിലുണ്ട്, ശരിയല്ലേ? അവൻ പാനപാത്രവും കൊടുത്തു. അത് ഏതുതരം നിയമമാണ്? ഈ പാനപാത്രം ആർക്കുവേണ്ടിയാണ് ഇത് ചൊരിയുന്നത്? നിങ്ങൾക്കു വേണ്ടി ചൊരിയുന്ന എന്റെ രക്തത്തിലെ പുതിയ നിയമം ആകുന്നു. മനുഷ്യരാശിക്കായി ദൈവം സ്ഥാപിച്ച ന്യായപ്രമാണം ഇതാണെന്ന് യേശു പറഞ്ഞു. അങ്ങനെയെങ്കിൽ രക്ഷയെക്കുറിച്ചുള്ള എന്ത് വാഗ്ദത്തമാണ് പെസഹയിൽ അടങ്ങിയിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് എന്റെ ശരീരമാണ്, ഇത് എന്റെ രക്തമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പെസഹ ദിവസം യേശു അപ്പവും വീഞ്ഞും എന്തുകൊണ്ടാണ് നൽകിയത്? അതു നിങ്ങൾക്കു വേണ്ടി ചൊരിയപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നതിനെക്കുറിച്ച് യേശു വിശദമായി സംസാരിച്ചത് എന്തുകൊണ്ടാണ്? നമുക്ക് യോഹന്നാൻ 6-ാം അധ്യായം 53-ാം വാക്യം നോക്കാം.
നമുക്ക് 53-ാം വാക്യം നോക്കാം. യേശു അവരോട് പറഞ്ഞത്, ആമേൻ, ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവൻ ഇല്ല. നിങ്ങളുടെ ഉള്ളിൽ എന്താണ് ഇല്ലാത്തത്? യേശുവിന്റെ മാംസവും രക്തവും സംബന്ധിച്ച് നമുക്ക് യഥാർത്ഥത്തിൽ അത് ഭക്ഷിക്കാനും പാനം ചെയ്യുവാനും കഴിയില്ല. അങ്ങനെയെങ്കിൽ യേശുവിന്റെ മാംസവും രക്തവും എന്താണ്? അത് പെസഹ അപ്പത്തെയും വീഞ്ഞിനെയും സൂചിപ്പിക്കുന്നു. യേശു തന്റെ ഏറ്റവും അടുത്ത ശിഷ്യന്മാരായ പത്രോസിനെയും യോഹന്നാനെയും ഒരുങ്ങുവാൻ പറയുകയും അവരെ അയച്ചുകൊണ്ട്, ഞാൻ കഷ്ടം അനുഭവിക്കും മുമ്പേ ഈ പെസഹ നിങ്ങളോടുകൂടെ കഴിപ്പാൻ വാഞ്ചയോടെ ആഗ്രഹിച്ചു എന്ന് ഊന്നിപ്പറയുകയും ചെയ്തു. ഇവയെല്ലാം നമുക്കുവേണ്ടിയാണ് ചെയ്തെന്ന് അവിടുന്ന് പറഞ്ഞു. രക്ഷിക്കപ്പെടേണ്ടവർക്ക് വേണ്ടിയാണ് ഈ സത്യം നൽകപ്പെട്ടതെന്ന് അവിടുന്ന് ആവർത്തിച്ച് അപ്പോസ്തലന്മാരോട് പരാമർശിച്ചു. അതുകൊണ്ടാണ് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്നിവരുടെ സുവിശേഷങ്ങളിൽ പെസഹയെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത്. പെസഹ നമ്മുടെ രക്ഷയുമായി അടുത്ത ബന്ധമുള്ളതാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ 6:53 യേശു പറഞ്ഞത്, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം ഭക്ഷിക്കുകയും അവന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ. യേശു എന്താണ് പറഞ്ഞത്? നിങ്ങളിൽ ജീവൻ ഇല്ല. അവർ മരണാവസ്ഥയിലാണ്. ജീവന്റെയും മരണത്തിന്റെയും താക്കോലുകൾ ആരുടെ പക്കലാണുള്ളത്? അത് നമ്മുടെ ദൈവത്തിന്റെ പക്കലുണ്ട്. ദൈവം യേശു എന്ന നാമത്തോടുകൂടെ ജഡത്തിൽ വരികയും നാം അവിടുത്തെ മാംസം തിന്നുവാനും അവിടുത്തെ രക്തം കുടിക്കുവാനും കഴിയാതെ നമുക്ക് ജീവൻ ഉണ്ടായിരിക്കുവാൻ കഴിയില്ലെന്ന് നമ്മെ പഠിപ്പിക്കുകയും ചെയ്തു. വാക്യം 54. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവൻ ഉണ്ട്. ഞാൻ അവിടുന്ന് എന്താണ് ചെയ്യുന്നത്? ഒടുക്കത്തെ നാളിൽ അവനെ ഉയിർത്തെഴുന്നേൽപ്പിക്കും. എന്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എന്റെ രക്തം സാക്ഷാൽ പാനീയവും ആകുന്നു. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ദൈവം നമ്മിലും നാം അവനിലും വസിക്കത്തക്കവണ്ണം ഈ വിലയേറിയ അനുഗ്രഹം നമുക്ക് നൽകി. ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവായ ശൗൽ പരിശുദ്ധാത്മാവിനോടുകൂടെ ഉണ്ടായിരുന്നപ്പോൾ അവൻ ദേശത്തെ നന്നായി ഭരിച്ചു. അവൻ യുദ്ധത്തിൽ പ്രവേശിക്കുമ്പോഴെല്ലാം ദൈവം അവനെ സഹായിച്ചു. അങ്ങനെ അവൻ വിജയിച്ചു. രാജ്യം വളരെ അഭിവൃദ്ധി പ്രാപിച്ചു. എന്നിരുന്നാലും ശൗൽ രാജാവ് ദൈവഹിതം നിരന്തരം അനുസരിക്കാതിരിക്കുകയും അവന്റെ അഹങ്കാരം വളരുകയും ചെയ്തപ്പോൾ ഒടുവിൽ പരിശുദ്ധാത്മാവ് അവനെ വിട്ടുപോയി. അതിനാൽ ദൈവം ശൗലിനെ ഉപേക്ഷിച്ചപ്പോൾ ഒരു ദുരാത്മാവ് ഉടനെ അവനിൽ പ്രവേശിക്കുകയും യുക്തിരഹിതമായി പെരുമാറാൻ അവനെ പ്രേരിപ്പിക്കുകയും ചെയ്തു. എല്ലാവരോടുമായി പെട്ടെന്ന് പ്രകോപിതനാകുന്ന ഒരു വ്യക്തിയും സൗമ്യമായ ഒരു വ്യക്തിയും എങ്ങനെയാണ് കാർ ഓടിക്കുന്നത്? അവർ വ്യത്യസ്ത രീതിയിലാണ് ഓടിക്കുന്നത്. ഞാൻ ആരെയും താഴ്ത്തി പറയുവാൻ ശ്രമിക്കുന്നതല്ല, പക്ഷേ മികച്ച ഡ്രൈവിംഗ് കഴിവുകളുള്ള ഒരാളെ എനിക്കറിയാം. പൊതുവേ നാം ശ്രദ്ധാപൂർവം പുറകിലേക്ക് നോക്കിക്കൊണ്ട് ശ്രദ്ധയോടെ കാർ വളയ്ക്കാൻ നോക്കും, പക്ഷേ ഈ വ്യക്തി അങ്ങനെ ചെയ്യുന്നില്ല. എത്ര ഭംഗിയായിട്ടാണ് അദ്ദേഹം കാർ വളച്ചെടുക്കുന്നത്! നമ്മൾ ചിന്തിക്കുന്ന സമയത്തിനുള്ളിൽ അത് മിന്നൽ വേഗത്തിൽ പോയി. ആരാണ് വാഹനം ഓടിക്കുന്നത് എന്നതിനെ ആശ്രയിച്ച് അത് വ്യത്യസ്തമായി കാണപ്പെടുന്നതുപോലെ ഒരു ദുരാത്മാവ് ശൗലിനെ ആക്രമിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവനിൽ ഉണ്ടായിരുന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു ശൗലിന്റെ പ്രവർത്തികൾ. എന്നിരുന്നാലും ദൈവം എന്താണ് പറയുന്നത്? എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. അതുകൊണ്ട് പെസഹ എത്രമാത്രം അമൂല്യമുള്ളതാണ്. ഈ പുതിയ നിയമത്തിൽ വസിക്കുന്ന എല്ലാവരും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൻ പ്രവൃത്തിയിലൂടെ പരിശുദ്ധാത്മാവിനോടുകൂടെ നിത്യജീവന്റെ അനുഗ്രഹം പ്രാപിക്കും. അതിനാൽ ദൈവജനം പെസഹയുടെ സത്യം പാലിച്ചിരുന്നു. എന്നിരുന്നാലും ദൈവത്തിന്റെ വിശുദ്ധ വചനങ്ങൾ അപ്രത്യക്ഷമാകുമെന്ന് ദൈവം നേരത്തെ തന്നെ പ്രവചിച്ചിരുന്നു. ദാനിയേൽ 7:20 ആരാണ് അവരെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്ന് നമുക്ക് നോക്കാം.
നമുക്ക് 7-ാം അധ്യായം 20-ാം വാക്യം നോക്കാം. അതിന്റെ തലയിലുള്ള 10 കൊമ്പുകളെക്കുറിച്ചും മുളച്ചുവന്നതും 3 കൊമ്പു വീഴിച്ചതും കണ്ണും വമ്പു പറയുന്ന വായും ഉള്ളതും കൂട്ടുകൊമ്പുകളെക്കാൾ. നിങ്ങളിൽ ദാനിയേലിന്റെ പ്രവചനത്തെക്കുറിച്ച് പഠിച്ചവർക്ക് കൊമ്പ് എന്നത് ഒരു രാജ്യത്തെ പ്രതിനിധീകരിക്കുന്നുവെന്ന് അറിയാം. 10 രാജ്യങ്ങളിൽ ദാനിയേലിന്റെ പ്രവചനമനുസരിച്ച് നശിപ്പിക്കപ്പെട്ട 3 കൊമ്പുകളായ ഹെരൂലി, വാണ്ടൽസ്, ഓസ്ട്രോഗോത്സ് എന്നീ രാജ്യങ്ങൾ നശിപ്പിക്കപ്പെട്ടു. കാഴ്ചയ്ക്ക് വണ്ണമേറിയതുമായ മറ്റേ കൊമ്പിനെക്കുറിച്ചും ഉള്ള വിവരം അറിവാൻ ഞാൻ ഇച്ഛിച്ചു. വയോധികനായവൻ വന്ന് അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർക്ക് ന്യായാധിപത്യം നൽകുകയും വിശുദ്ധന്മാർ രാജത്വം കൈവശമാക്കുന്ന കാലം വരികയും ചെയ്യുവോളം. പ്രവചനത്തിൽ വിശുദ്ധന്മാർ പരാജയപ്പെടുകയും അവരെ എതിർക്കുന്നവൻ കൂടുതൽ ശക്തി നേടുകയും ചെയ്തു. വാക്യം 22. അവൻ അവരെ പരാജയപ്പെടുത്തി, പക്ഷേ അത് താൽക്കാലികമായിരിക്കും. വയോധികനായവൻ വന്ന്, അതായത് ദൈവം വരികയും അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർക്ക് ന്യായാധിപത്യം നൽകുകയും വിശുദ്ധന്മാർ രാജത്വം കൈവശമാക്കുന്ന കാലം വരികയും ചെയ്യുവോളം. വിശുദ്ധന്മാർക്കുള്ള അധികാരം തക്കസമയത്ത് പുനഃസ്ഥാപിക്കപ്പെടുമെന്ന് അതിൽ പറയുന്നു. നമുക്ക് 24-ാം വാക്യത്തിലേക്ക് പോകാം. നമുക്ക് 24-ാം വാക്യം നോക്കാം. ഈ രാജ്യത്തു നിന്നുള്ള 10 കൊമ്പുകളോ എഴുന്നേൽപ്പാനിരിക്കുന്ന 10 രാജാക്കന്മാരാകുന്നു. അവരുടെ ശേഷം മറ്റൊരുത്തൻ എഴുന്നേൽക്കും. അവൻ മുമ്പിലത്തവരോട് വ്യത്യാസമുള്ളവനായി 3 രാജാക്കന്മാരെ വീഴിച്ചുകളയും. അവൻ എന്താണ് ചെയ്യുന്നത്? അവൻ അത്യുന്നതനായവൻ വിരോധമായി. അത്യുന്നതൻ ദൈവത്തെ സൂചിപ്പിക്കുന്നു. ദൈവത്തെ എതിർക്കുന്ന ഏക വ്യക്തി സാത്താൻ മാത്രമാണ്. വമ്പുപറകയും അത്യുന്നതനായവന്റെ. അവൻ എന്താണ് ചെയ്യുന്നത്? വിശുദ്ധന്മാരെ ഒടുക്കിക്കളയുകയും സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും. പ്രവചിക്കപ്പെട്ടതുപോലെ AD 325-ൽ പെസഹ നീക്കിക്കളഞ്ഞു. AD 321-ൽ 4 വർഷം മുമ്പ് ശബ്ബത്ത് നീക്കിക്കളഞ്ഞു. ഓരോന്നായി പ്രവചിക്കപ്പെട്ടതുപോലെ എല്ലാം പൂർത്തീകരിക്കപ്പെട്ടു. പേസഹ ഒരു സുപ്രധാന സത്യമാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ നിന്ന് എളുപ്പത്തിൽ അത് മായ്ച്ചുകളയാൻ കഴിയില്ല. അങ്ങനെ AD 155-ൽ പെസഹ നീക്കിക്കളയുവാനുള്ള ഒന്നാമത്തെ ശ്രമം നടന്നു. ഏകദേശം AD 155-ൽ പൗരസ്ത്യ സഭയുടെ ബിഷപ്പായ പോളികാർപ്പിനും പാശ്ചാത്യ സഭയിലെ അനിസെറ്റസിനും ഇടയിൽ ഒരു തർക്കം ഉടലെടുത്തു. പേസഹ ആചരിക്കുന്ന തീയതിയെക്കുറിച്ചുള്ള ഒരു തർക്കം വിവാദത്തിലേക്ക് നയിച്ചു. AD 197-നെ ചുറ്റിപ്പറ്റി രണ്ടാമത്തെ വാദം നടന്നു. അത് ഉടനടി നീക്കിക്കളയപ്പെട്ടില്ല. അവസരം ലഭിക്കുമ്പോഴെല്ലാം ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. പ്രാഥമികമായി വിശുദ്ധന്മാർ പരാജയപ്പെടുമെന്ന് പ്രവചിക്കപ്പെട്ടു. ആ പരിധിവരെ അവർക്ക് സത്യം നഷ്ടപ്പെട്ടുവെന്ന് ഇത് സൂചിപ്പിക്കുന്നു. AD 155-ഉം 197-ഉം 325-ഉം. യേശു സ്വർഗാരോഹണം ചെയ്ത് ഏകദേശം 300 വർഷത്തിനു ശേഷം ആദിമസഭ പെസഹ ആചരിച്ചു. എന്നാൽ AD 325-ൽ സൂര്യദേവന്റെ ആരാധനയുടെ അധികാരിയായ റോമൻ ചക്രവർത്തിയും അവനെ അനുസരിച്ച റോമൻ കത്തോലിക്കാ സഭയും പെസഹ നീക്കിക്കളഞ്ഞു. അത്യുന്നതനെതിരെ സംസാരിക്കുന്നവൻ സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുമെന്ന് എഴുതപ്പെട്ടിട്ടില്ലേ? ദൈവം നമ്മോട് ആചരിക്കുവാൻ കൽപ്പിച്ച പെസഹ അവർ നീക്കിക്കളഞ്ഞു. ക്രിസ്തുമസ് അവതരിപ്പിച്ചു. ശബ്ബത്ത് നീക്കിക്കളഞ്ഞു. ഞായറാഴ്ച ആരാധന അവതരിപ്പിച്ചു. സൂര്യദേവനെ ആരാധിക്കുന്ന രീതികൾ സഭയിലേക്ക് കൊണ്ടുവന്നു. ഇതാണ് ഇന്നത്തെ സഭയുടെ അവസ്ഥ. പെസഹയില്ലാത്തവരെക്കുറിച്ച് യേശു എന്താണ് പറയുന്നത്? നിങ്ങളിൽ ജീവൻ ഇല്ല. പെസഹ ആചരിക്കുകയും അവിടുത്തെ മാംസം തിന്നുകയും അവിടുത്തെ രക്തം കുടിക്കുകയും നിത്യജീവൻ സ്വീകരിക്കുകയും അവിടുന്ന് അവസാന നാളിൽ അവരെ ഉയിർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യും. പുതിയ നിയമത്തിന്റെ പെസഹയുടെ പ്രാധാന്യം കണക്കിലെടുക്കുമ്പോൾ അത് നീക്കിക്കളഞ്ഞത് ദാരുണമാണ്. ഇന്ന് പിതാവിന്റെയും മാതാവിന്റെയും കൃപയിലൂടെ നമുക്ക് ഈ കാര്യങ്ങൾ വിവേചിക്കുവാൻ കഴിയും. ദൈവം ചെയ്ത പ്രവൃത്തിയും സാത്താൻ നയിക്കുന്ന പ്രവൃത്തിയും തമ്മിൽ നാം വ്യക്തമായി തിരിച്ചറിയണം. ഒരു സൂക്ഷ്മദർശിനിയിലൂടെ നഗ്നനേത്രങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയാത്ത വിധം വളരെ ചെറിയ കാര്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും.
അതുപോലെ ഇന്ന് നിങ്ങൾക്ക് യഥാർത്ഥ സഭയും വ്യാജസഭയും തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ബൈബിളിലെ ഉപദേശങ്ങൾ നോക്കണം. ദൈവം നമ്മെ രക്ഷയിലേക്ക് നയിക്കുന്നു. അതിനാൽ രക്ഷ കൈവരിക്കുന്നതിനുള്ള നമ്മുടെ വിശ്വാസത്തിന്റെ ലക്ഷ്യം നാം നിശ്ചയിക്കണം. നമ്മുടെ വിശ്വാസത്തിന്റെ ലക്ഷ്യം മറ്റൊന്നിൽ വച്ചാൽ നിത്യനാശം നമ്മെ അനുഗമിക്കും. എന്തുകൊണ്ടാണ് ദൈവസഭയിൽ കുരിശ് ഇല്ലാത്തത് എന്ന് ആളുകൾ ചോദിക്കും. അപ്പോൾ കുരിശ് പ്രദർശിപ്പിക്കാത്തതല്ലേ ഒരു സ്വാഭാവികമായ കാര്യം? നിത്യജീവനും ജീവനും ലഭിക്കുന്ന സഭയിൽ എന്തിനാണ് മരണത്തിന്റെ അടയാളം പ്രദർശിപ്പിക്കേണ്ടത് എന്ന് നമുക്ക് പറയാൻ കഴിയും. അവർക്ക് ഈ ഉത്തരം നൽകുന്നതാണ് ശരി. അതിനാൽ ഇന്ന് പിതാവും മാതാവും നമുക്ക് നൽകിയ പുതിയ നിയമത്തിന്റെ പെസഹ ആചരിക്കുന്നതിലൂടെ നാം ദൈവത്തിലാണെന്ന് നമുക്ക് ഉറപ്പുവരുത്തുവാൻ കഴിയും. ഈ നിഷേധിക്കാനാവാത്ത തെളിവ് ഉപയോഗിച്ച് ഉറച്ച ബോധ്യത്തോടെ നമുക്ക് നിത്യരക്ഷ നേടാം. നാം തെളിവുകളുമായി സ്വർഗത്തിൽ പോകണം. നമുക്ക് 1 യോഹന്നാൻ 5 അധ്യായം 9 നോക്കാം. നാം മനുഷ്യരുടെ സാക്ഷ്യം കൈക്കൊള്ളുന്നു എങ്കിൽ ദൈവത്തിന്റെ സാക്ഷ്യം അതിലും വലുതാകുന്നു. ദൈവസാക്ഷ്യം സ്വീകരിക്കുന്ന സഭയാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും മികച്ച സഭ. ഇത് സത്യമല്ലേ? നമുക്ക് 9 വീണ്ടും നോക്കാം. നാം മനുഷ്യരുടെ സാക്ഷ്യം കൈക്കൊള്ളുന്നു എങ്കിൽ ദൈവത്തിന്റെ സാക്ഷ്യം അതിലും വലുതാകുന്നു. ദൈവത്തിന്റെ സാക്ഷ്യമോ അവൻ തന്റെ പുത്രനെക്കുറിച്ചു സാക്ഷീകരിച്ചിരിക്കുന്നത് തന്നെ. ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവൻ ഉള്ളിൽ ആ സാക്ഷ്യമുണ്ട്. അത്തരമൊരു വ്യക്തിക്ക് സാക്ഷ്യമുണ്ട്. നിങ്ങൾക്കും എനിക്കും ഈ സാക്ഷ്യമുണ്ട്. ദൈവത്തെ വിശ്വസിക്കാത്തവൻ ദൈവം തന്റെ പുത്രനെക്കുറിച്ചു പറഞ്ഞ സാക്ഷ്യം വിശ്വസിക്കായ്കയാൽ അവനെ അസത്യവാദിയാക്കുന്നു. ആ സാക്ഷ്യമോ ദൈവം നമുക്കു. അവിടുന്ന് നമുക്ക് എന്താണ് തന്നത്? നിത്യജീവൻ തന്നു. അവിടുന്ന് നമുക്ക് എങ്ങനെയാണ് നിത്യജീവൻ നൽകിയത്? പെസഹ അപ്പവും വീഞ്ഞും എടുത്തുകൊണ്ട്, ഇത് എന്റെ ശരീരം, ഇത് എന്റെ രക്തം. നിങ്ങൾ അത് തിന്നുകയും കുടിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകും എന്ന് അവിടുന്ന് പറഞ്ഞു. പുതിയ നിയമത്തിലൂടെ അവിടുന്ന് ഈ വാഗ്ദാനം നമുക്ക് നൽകി. ആ സാക്ഷ്യമോ ദൈവം നമുക്ക് നിത്യജീവൻ തന്നു. ആ ജീവൻ അവന്റെ പുത്രനിൽ ഉണ്ട് എന്നുള്ളത് തന്നെ. പുത്രൻ ഉള്ളവൻ. അങ്ങനെയെങ്കിൽ നാം പെസഹ അപ്പവും വീഞ്ഞും ഭക്ഷിക്കുമ്പോൾ നമ്മിൽ ആരാണ് ഉള്ളത്? യോഹന്നാൻ 6 അധ്യായത്തിൽ പെസഹ ആചരിക്കുന്നവനിൽ താൻ വസിക്കുമെന്ന് യേശു വാഗ്ദാനം ചെയ്തു. പുത്രനുള്ളവന് ജീവൻ ഉണ്ട്. അവൻ എന്താണ് ഉള്ളത്? ദൈവപുത്രനില്ലാത്തവന് ജീവൻ ഇല്ല. മനുഷ്യപുത്രന്റെ മാംസവും രക്തവും ഉള്ളവർക്ക്, അതായത് പുതിയ നിയമത്തിലെ പെസഹയിലുള്ളവർക്ക് ആരുടെ സാക്ഷ്യമാണുള്ളത്? അവർക്ക് ദൈവത്തിന്റെ സാക്ഷ്യം ലഭിച്ചിരിക്കുന്നു. മത്തായി 7 അധ്യായം അനുസരിച്ച് അവസാന ദിവസം ആളുകൾ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ പലരും രക്ഷയ്ക്കായി പ്രത്യാശയോടെ വരിയിൽ നിൽക്കും. കർത്താവേ, ഞാൻ നിന്റെ നാമത്തിൽ പ്രവചിച്ചു. ഞാൻ നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കി. ഞാൻ നിന്റെ നാമത്തിൽ അനേകം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. ഞാൻ അങ്ങയിൽ ആത്മാർത്ഥമായി വിശ്വസിച്ചു. ഞാൻ അങ്ങയിൽ തീക്ഷ്ണതയോടെ വിശ്വസിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അനേകർ യേശുവിന്റെ അടുക്കൽ വരും. ആ സമയം യേശു എന്തായിരിക്കും പറയുന്നത്? ഞാൻ നിങ്ങളെ ഒരുനാളും അറിഞ്ഞിട്ടില്ലായേ. എനിക്ക് തീർച്ചയായും നിങ്ങളെ അറിയില്ല എന്ന് അവിടുന്ന് പറയും. അപ്പോൾ യേശു ആർക്കാണ് അനുമതി നൽകുന്നത്? ദൈവത്തിന്റെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് പുതിയ നിയമത്തിൽ വസിക്കുന്ന ആളുകൾ അവിടുത്തെ അടുക്കൽ വരുമ്പോൾ അവരുടെ ഉള്ളിൽ അവിടുത്തെ ശരീരവും രക്തവും ഉള്ളവരെ ദൈവം കണ്ടെത്തും. മനുഷ്യശരീരത്തിൽ ഒരു വ്യക്തിക്ക് ഏതുതരം രോഗങ്ങൾ ബാധിക്കുമെന്നും അവ എത്രത്തോളം വളരുമെന്നും നിർണയിക്കുന്നതിനുള്ള ഒരു ഭൂപടമായി പ്രവർത്തിക്കുന്ന ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് പറയപ്പെടുന്നു. ഇതിനെ ജിനോം മാപ്പ് എന്നാണ് വിളിക്കുന്നത്. ഇത് നോക്കിയാൽ ഈ വ്യക്തിക്ക് ഏത് പ്രായത്തിലാണ് രോഗം പിടിപെടുന്നതെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. ദൈവം ഈ ഭൂപടങ്ങൾ നമ്മുടെ മനുഷ്യശരീരത്തിൽ സ്ഥാപിച്ചു. എന്നിട്ടും നാം അവയെക്കുറിച്ച് ബോധവാന്മാരായിരുന്നില്ല. ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യർ ഈ ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ട കാലം മുതൽ ഇന്നുവരെ അത്തരം കാര്യങ്ങൾ നിലവിലുണ്ടെന്ന് മനുഷ്യരാശിക്ക് അറിയില്ലായിരുന്നു.
എന്നിരുന്നാലും ഒറ്റനോട്ടത്തിൽ ദൈവത്തിന് അത് അറിയാം, കാരണം ദൈവം അവരെ സൃഷ്ടിക്കുകയും അവിടെ അത് സ്ഥാപിക്കുകയും ചെയ്തു. അതിനാൽ ദൈവം തന്റെ ജനത്തിന്റെ ഹൃദയങ്ങളിൽ എന്താണ് നിക്ഷേപിക്കുന്നത്? യിരെമ്യാവ് 31-ാം അധ്യായത്തിൽ, ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ മനസ്സിൽ നിക്ഷേപിക്കും എന്ന് ദൈവം പറയുന്നു. അവർ അവിടുത്തെ ജനമാണോ അല്ലയോ എന്ന് അവരുടെ മനസ്സിന്റെ ഉള്ളടക്കത്തിലൂടെ ദൈവത്തിനറിയാം. അതിനാൽ അനേകർ വന്ന്, കർത്താവേ, ഞാൻ പ്രഭാതത്തിലും പർവ്വതങ്ങളിലും ഉത്സാഹത്തോടെ പ്രാർത്ഥിച്ചു, ഞാൻ വളരെയധികം ഉപവസിച്ചു, എന്നാൽ ഞാൻ നിങ്ങളെ ഒരുനാളും അറിഞ്ഞിട്ടില്ല എന്ന് അവിടുന്ന് പറയും. നമ്മുടെ ശരീരത്തിനുള്ളിൽ DNA ഭൂപടം ഉള്ളതുപോലെ ദൈവത്തിന് മാത്രം അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട്. ക്രിസ്തുവിന്റെ വിശുദ്ധ മാംസവും രക്തവും കാണുമ്പോൾ ദൈവം ഉടനടി അവരെ തിരിച്ചറിയുന്നു. നീ എന്റെ മകനാണ്, നീ എന്റെ മകളാണ് എന്ന് അവിടുന്ന് പറയും. ഈ നിമിഷം മുതൽ നമുക്ക് ഇതിനനുസരിച്ച് ജീവിക്കാം. നാം ദൈവത്താൽ അംഗീകരിക്കപ്പെടുകയും അവിടുന്ന് അംഗീകരിച്ച വിശ്വാസത്തിൽ ജീവിക്കുകയും ചെയ്യുന്നത് എത്ര സന്തോഷകരമാണ്! ഈ ലോകത്തിൽ നിന്ന് നാം കൊണ്ടുവന്ന ആശങ്കകളും ഭയങ്ങളും നമുക്ക് മാറ്റിക്കളയാം, കാരണം സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ നാം എന്നേക്കും പുരോഹിതനെ പോലെ രാജാക്കന്മാരായിരിക്കും. പണ്ടൊക്കെ മുത്തശ്ശിമാർ കഥകൾ പറയുമ്പോഴാണ് അവർ എന്നേക്കും സന്തോഷത്തോടെ ജീവിച്ചു എന്ന് കഥ പറഞ്ഞു നിർത്തും. നായകൻ സന്തോഷകരമായ അവസാനമുള്ള നിരവധി കഥകൾ അവർ നമുക്ക് പറഞ്ഞു തന്നു. ഈ ഭൂമിയിൽ നാം ആരുടെ മക്കളാണെന്ന് ജനങ്ങൾക്ക് അറിയില്ല. പ്രവചിക്കപ്പെട്ടതുപോലെയാലെ ദൈവത്തിന്റെ വിശുദ്ധ ജനമായ നമ്മെ സാത്താൻ കഷ്ടപ്പെടുത്തുന്നു. കഷ്ടപ്പാടുകൾ നമ്മിലേക്ക് കൊണ്ടുവരാനുള്ള വിവിധ മാർഗങ്ങൾ അവൻ ആവിഷ്കരിക്കുന്നു. എന്നിരുന്നാലും നാം ദൈവത്തിന്റെ വിലയേറിയ വാഗ്ദത്തം അവസാനം വരെ മുറുകെ പിടിക്കുകയും പുതിയ നിയമത്തിന്റെ ഓട്ടം പൂർത്തിയാക്കുകയും ചെയ്യാം. പുതിയ നിയമത്തിന്റെ യാഥാർത്ഥ്യമായ പുതിയ യെരൂശലേം സ്വർഗീയ മാതാവിന്റെ നേതൃത്വത്തിലൂടെ അവസാനം വരെ നാം പിന്തുടരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതോടെ ഈ പ്രബോധനം അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നന്ദി.